ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അടിപൊളി ഒരു ജാമ്പക്ക ജ്യൂസ് റെസിപ്പിയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരളവിലാണ് ജാമ്പക്ക എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള കുരുക്കൾ അത് ഒന്നെങ്ങാനും ഈ അടിക്കുന്നതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ വയറിന് ദോഷമാണത്, ലൂസ് മോഷൻ വരും. അപ്പോൾ നന്നായി അത് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഈ ചൂടുകാലത്ത് നമുക്ക് ഏത് വിധത്തിലുള്ള ഒരു വെള്ളം കുടിക്കാനാണ് ആഗ്രഹം അങ്ങനെ ഉണ്ടാക്കി കുടിക്കുക. ഇതിപ്പോൾ കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് എരിവിലാക്കിയെടുക്കുക. ഞാനിപ്പോൾ മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്, പഞ്ചസാരയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് കറുപ്പൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചാമ്പക്ക നന്നായി ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങ, പകുതി ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല. നല്ല പുളിപ്പൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നല്ല പുളിപ്പും മധുരവും കുറച്ച് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കസ്കസ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. പഞ്ചസാരയും വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കുക. ഇത് ഇപ്പം ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിക്കുക. അരിക്കുമ്പോൾ നമുക്കിത് അരിപ്പയിൽ നിന്ന് താഴോട്ട് വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു സ്പൂണ് കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും താഴോട്ട് ജ്യൂസ് വീഴാൻ. കട്ടിയിലായതുകൊണ്ട് അരിപ്പയിൽ നിന്ന് അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ജ്യൂസ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ ലൈറ്റ് പിങ്ക് കളറായിട്ടാണ് ഇതുണ്ടാകുക. നല്ല ചുവപ്പ് കളറുള്ള ജാമ്പക്കയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇനി ഇതിൻ്റെ മുകളിൽ 2-3 ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.